രാഗയും ഫെലിയും ഒരുമിച്ച് കാറിൽ പോവുകയാണ്. വഴിയിൽ വെച്ച് അവൻ കാർ നിർത്തുന്നുണ്ട്. എന്നിട്ട് ഫെലിയോട് ഇറങ്ങാൻ പറയുന്നു. ഫെലി കൺഫ്യൂസായി നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേന്ന് ചോദിക്കുന്നു. നിനക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. പക്ഷെ അതിനു മുന്നേ എനിക്ക് കാറ് പാർക്ക് ചെയ്യണം. സോ പാർക്കിംഗ് സ്പേസ് കണ്ടെത്തി ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. അതുവരെ നീ ഇവിടുത്തെ നിൽക്കണം എന്ന് അവൻ അവളോട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലിക്ക് ആദ്യം ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ടെങ്കിലും അവനെ വിശ്വസിച്ച് അവൾ ഇറങ്ങുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. രാഗയാകട്ടെ കാറുമായിട്ട് അവിടുന്ന് പോകുന്നു. അവൻ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ഒരുപാട് ഹാപ്പിയായി. ഫൈനലി എങ്ങനെയെങ്കിലും അവൾ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയുന്നു. മിനി മോണിറ്ററിനോട് സോങ് പ്ലേ ചെയ്യാൻ പറഞ്ഞ് അവൻ സോങ്ങെല്ലാം എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അവൻ അപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോൾ ആകാശമെല്ലാം ഒരുപാട് ക്ലൗഡി ആയിരുന്നു. മഴ പെയ്യാൻ പോവുകയാണെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആകുന്നുണ്ട്. അതേസമയം ഇവിടെ ഫെലി രാഗയെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. അവനെ കാണാതെ ആകുമ്പോൾ അവൾ അവനെ കോൾ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ തന്റെ പക്കൽ രാഗയുടെ ഫോൺ നമ്പർ ഇല്ലെന്ന കാര്യം അവൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്യുന്നു. രാഗ കാറുമായിട്ട് ഫെലി എവിടെയാണ് ഡ്രോപ്പ് ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട്. അംബ്രലയുമായി വെളിയിലേക്ക് വന്ന് അവിടെയെല്ലാം ഫെലിയെ നോക്കുന്നു. അവളെ അവിടെ കാണാതെ ആകുമ്പോൾ അവൻ ഫ്രസ്ട്രേറ്റ് ആകുന്നുണ്ട്. ഫെലി അപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് കുറെ മരങ്ങൾ താഴെ നിൽക്കുന്നത് അവൻ കാണുന്നു. അവൻ അവളുടെ അടുത്ത് വന്ന് അവളെ വഴക്ക് പറയുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാണ്? ഞാൻ നിന്നോട് നിന്നെ ഡ്രോപ്പ് ചെയ്ത പ്ലേസിൽ എന്നെ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. രാഗ മനഃപൂർവ്വം തന്നെ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് ഫെലിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ രാഗയാകട്ടെ അവന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അവൻ അവളെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. നീ എന്താ ഈ മഴയിൽ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പോവുകയാണോ, അതോ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഫെലിക്ക് അവൻ്റെ കൂടെ പോകാൻ താല്പര്യമില്ലെങ്കിലും അവളുടെ മുന്നിൽ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവൻ്റെ കൂടെ പോകുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഫെലിയും 4 ബോയ്സും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി താഴേക്ക് വരുന്നു. ഫെലി വന്ന് മിസ്റ്റർ ജോഹാനെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഹാപ്പി ആകുന്നു. നിങ്ങളെല്ലാവരും ഒരേ സ്കൂളിലേക്കല്ലേ പോകുന്നത്. സോ ഒരുമിച്ച് ഒരു കാറിൽ പോകാൻ മിസ്റ്റർ ജോഹാൻ അവരോട് പറയുന്നു. എനിക്ക് അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഞാൻ എൻ്റെ കാറിൽ പോകുകയാണെന്ന് പറഞ്ഞ് ജോർഡൻ അവിടുന്ന് പോകുന്നു. ഫെലിയെ തൻ്റെ കൂടെ തൻ്റെ കാറിൽ കൊണ്ടുപോകുകയല്ലാതെ മറ്റു ഓപ്ഷൻസ് ഒന്നും രാഗയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ വഴിയിൽ വെച്ച് കാർ നിർത്തുന്നു. എന്നിട്ട് ഫെലിയോട് ഇറങ്ങാൻ പറയുന്നുണ്ട്. സ്കൂൾ ഒരുപാട് ദൂരെയാണെന്ന് ഫെലി പറയുമ്പോൾ സ്കൂൾ അടുത്താണ്, നിനക്ക് ഇവിടുന്ന് നടന്നു പോകാവുന്നേ ഉള്ളൂ എന്ന് രാഗ പറഞ്ഞ് അവളോട് വണ്ടി നിറങ്ങാൻ ഫോഴ്സ് ചെയ്യുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ അവൾ ആ വണ്ടി നിറങ്ങുന്നുണ്ട്. അവൻ വണ്ടിയുമായി അവിടുന്ന് പോകുന്നു. ഫെലി ചെക്ക് ചെയ്യുമ്പോൾ താൻ ഒരുപാട് ലേറ്റ് ആകുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. സോ അവൾ ഓടി സ്കൂളിലേക്ക് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ്സ് ഗേറ്റ് അടയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ വന്ന് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഗേറ്റ് പൂട്ടി അദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട്. ഈ അവസരത്തിൽ ഫെലി ഒരു വിധത്തിൽ ആ ഗേറ്റ് ചാടി കിടക്കുന്നു. എന്നിട്ട് സ്കൂളിലേക്ക് ഓടി പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ രാഗയും നാവിറും ഹെൽഗയും സ്കൂളിന്റെ കൊറിഡോറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഗേള് അതുവഴി നടന്നു പോകുന്നു. ഇവളെ കണ്ട് ഹെൽഗയും നാവിറും നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ രാഗയ്ക്ക് ഇവളിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഫറ്റീരിയയിൽ പോകാൻ ടൈമായെന്ന് രാഗ അവരോട് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ അവർ അവന്റെ കൂടെ പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി സ്കൂളിൽ കൂടി നടക്കുമ്പോൾ ഷാനി അവളുടെ അടുത്ത് വന്ന് സ്കൂൾ കഴിഞ്ഞ ശേഷം നിനക്ക് എൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഇന്ന് ഈവനിങ് രാഗയുടെ കാർ റേസിംഗ് ഉണ്ട്. എല്ലാ സ്റ്റുഡൻസും കാണാൻ പോകുന്നുണ്ട്. എനിക്കും പോകണം. പക്ഷെ എലൻ ബിസിയാണ്, എൻ്റെ കൂടെ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോ നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമെന്ന് ഷാനി ചോദിക്കുന്നു. ഈ സ്കൂളിലെ തൻ്റെ ആകെയുള്ള ഫ്രണ്ടാണ് ഷാനിയ. അവളോട് നോ പറയാൻ ഫെലിക്ക് തോന്നുന്നില്ല. സോ മനസ്സില്ലാ മനസ്സോടെ അവൾ സമ്മതിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഷാനിയും ഫെലിയും കാർ റേസിംഗ് നടക്കുന്ന ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. രാഗ കാർ റേസിംഗ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് എല്ലാം അവനെ ചീർ ചെയ്യുന്നുണ്ട്. അവന് വേണ്ടി ഷാനിയും ചീർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫെലിക്ക് ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല. കാറ് സ്റ്റോപ്പ് ചെയ്ത് രാഗ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫെലി അവിടെ നിൽക്കുന്ന കാണുന്നു. അവൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഗേളിനെ എൻ്റെ കൂടെ കാർ റേസിംഗിൽ ഇരിക്കാൻ ചൂസ് ചെയ്യാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു.
ഇത് കേട്ട് ഗേൾസ് എല്ലാം ഒരുപാട് എക്സൈറ്റ് ആകുന്നുണ്ട്. അവൻ ചൂസ് ചെയ്യുന്നത് ഫെലിയാണ്. തനിക്ക് താല്പര്യമില്ലെന്ന് ഫെലി പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കാതെ അവളെ പിടിച്ചുകൊണ്ട് വന്ന് കാറിലിരുത്തുന്നു. അവൾ എണീക്കാൻ തുടങ്ങുമ്പോൾ നിനക്കെന്താ പേടിയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു പേടിയില്ലെന്ന് പറഞ്ഞ് അവൾ കാറിലിരിക്കുന്നു. രാഗ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ ഒരുപാട് സ്പീഡിലാണ് കാർ ഓടിക്കുന്നത്. ഫെലിക്ക് തല കറങ്ങുന്നുണ്ട്. പക്ഷേ തനിക്ക് പേടിയാകുന്ന കാര്യം അവൾ അവനോട് പറയുന്നില്ല. അവൻ കാർ സ്റ്റോപ്പ് ചെയ്ത ശേഷം നീ എന്താ റൈഡ് എൻജോയ് ചെയ്തെന്ന് ചോദിക്കുന്നു. ഒട്ടും എൻജോയ് ചെയ്തില്ല. നിനക്കെന്താ ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൻ ഒരുപാട് ഒഫൻഡഡ് ഫീൽ ചെയ്യുന്നു. അവൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ തവണ ഒരുപാട് സ്പീഡിൽ ഓടിക്കുന്നു. ഫെലിക്ക് തല കറങ്ങുന്നുണ്ടെങ്കിലും തോൽക്കാൻ അവളും തയ്യാറായിരുന്നില്ല. ഇതെല്ലാം ക്ലോയും കാണുന്നു. അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. രാഗ വീണ്ടും അവളോട് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്നു. ഒട്ടും കൊള്ളില്ലായിരുന്നു. നിന്റെ സ്കില്ല് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവൾ വണ്ടിന്ന് വെളിയിറങ്ങുന്നു. വെളിയിൽ വന്ന ശേഷം രാഗ ഫെലിയോട് എന്റെ ഡ്രൈവിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നു. ഫെലി അവനെ കുറെ കളിയാക്കുന്നുണ്ട്. അവിടെ കൂടി നിന്നിരുന്ന സ്റ്റുഡൻസ് എല്ലാം ഇത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഫെലി അവിടുന്ന് പോകുന്നു. രാഗയ്ക്കാകട്ടെ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ രാഗ ഇപ്പോഴും ഫെലിയോട് ഒരുപാട് ദേഷ്യത്തിലാണ്. നാവിറും ഹെൽഗയും അവൻ്റെ അടുത്ത് വന്ന് നിനക്കെന്താ അവളീ ചെയ്തതിന് ഇന്ന് രാത്രി അവളോ റിവെഞ്ച് ചെയ്യണോ ചോദിക്കുന്നു. രാഗ യെസ് പറയുന്നു. നാവിറും ഹെൽഗയും കണ്ണിങ് ആയിട്ട് പരസ്പരം നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി അവളുടെ റൂമിൽ കിടന്ന് ഫോൺ നോക്കാണ്. അവളുടെ ഫോണിന്റെ ബാറ്ററി തീരുന്നുണ്ട്. സോ ചാർജ് ചെയ്യാൻ വേണ്ടി അവൾ എണീക്കുന്നു. പെട്ടെന്ന് റൂമിൽ ലൈറ്റെല്ലാം ഓഫ് ആകുന്നുണ്ട്. അവൾ ഒരുപാട് പേടിക്കുന്നു. ഹെൽപ്പിന് വേണ്ടി കരയുന്നുണ്ട്. അതേസമയം ഇവിടെ ഹെൽഗയാണ് ഫുൾ വീട്ടിലെയും ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നത്. അവർ 3 പേരും ഫെലിയ റൂമിന് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവളീ കരയുന്ന ശബ്ദമെല്ലാം അവർ കേൾക്കുന്നുണ്ട്. ഇവൾക്ക് ഇരുട്ടിനെ എന്തുമാത്രം പേടിയാണെന്നെല്ലാം പറഞ്ഞ് അവർ അവളെ കളിയാക്കുന്നു. റൂമിന്റെ അകത്തുനിന്ന് എന്തോ വീഴുന്ന ശബ്ദം അവരെല്ലാവരും കേൾക്കുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ടെൻഷൻ ആകുന്നുണ്ട്. ഡോർ തുറക്കാനായി രാഗ ശ്രമിക്കുന്നു. പക്ഷെ അവന് ഫെലിയ റൂമിന്റെ പാസ്വേഡ് അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ജോർദൻ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഫെലിയ റൂമിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാണ്? വീട്ടിലെ ലൈറ്റ് എല്ലാം പെട്ടെന്ന് എങ്ങനെ പോയെന്ന് ജോർദൻ ചോദിക്കുന്നു. ഹെൽഗ സിറ്റുവേഷൻ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും അറിയില്ല ലൈറ്റ് എല്ലാം എങ്ങനെ പോയെന്ന്. ഫെലിയ റൂമിൽ നിന്ന് എന്തോ കരയുന്ന ശബ്ദം കേട്ടു. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നെയാണ്. പക്ഷേ ഡോറിന്റെ പാസ്വേഡ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലെന്ന് അവൻ പറയുന്നു. രാഗയെ മാറ്റി ജോർദൻ പെട്ടെന്ന് അവളുടെ റൂമിന്റെ പാസ്വേഡ് അടിക്കുന്നുണ്ട്. ഡോർ അൺലോക്ക് ആകുന്നു. രാഗയാണ് ആദ്യ റൂമിലേക്ക് ഓടി വരുന്നത്. പക്ഷേ ഫെലിയുടെ കാൽ തട്ടി അവൻ താഴെ വീഴുന്നുണ്ട്. ബാക്കി 3 പേരും അവളുടെ അടുത്തേക്ക് വരുന്നു. ഫെലി ആകട്ടെ ബോധം കെട്ട് കിടക്കുകയാണ്. അവർ അവളെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ബോധം വരുന്നില്ല. ജോർദൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തുന്നു. എന്നിട്ട് വീണ്ടും ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അപ്പോഴും ബോധം വരുന്നില്ല. 3 പേരും ഇത് കണ്ട് ഒരുപാട് പേടിക്കുന്നു. ഈ സംഭവത്തിന് പിന്നിൽ ഇവർ 3 പേരും ആണെന്ന് ജോർദന് മനസ്സിലാകുന്നു. അവൻ മിസ് രാധയെ കോൾ ചെയ്ത് ലൈറ്റിന്റെ പ്രോബ്ലം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഫെലി ഉണർത്താൻ വീണ്ടും ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ട് നാവിറും ഹെൽഗയും ഒരുപാട് പേടിക്കുന്നുണ്ട്. ഫെലിക്ക് ബോധം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പരസ്പരം ചോദിക്കുന്നു. അപ്പോഴേക്കും ലൈറ്റ് വരുന്നുണ്ട്. ഫെലിക്ക് ബോധവും വരുന്നു. അവൾ ഒരുപാട് പേടിച്ചാണ് എണീക്കുന്നത്. ജോർദനെ കാണുമ്പോൾ അവൾ അവനെ ഹഗ് ചെയ്യുന്നു. രാഗി ഇത് കണ്ട് അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്. ഈ ഇൻസിഡന്റിന് പിന്നിൽ ഇവർ 3 പേരും ആണെന്ന് ഫെലിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് അവൾ ചോദിക്കുന്നു. ഫെലിയോട് സോറി പറയാൻ ജോർദൻ അവരോട് പറയുന്നുണ്ട്. പക്ഷെ രാഗി ആകട്ടെ ഫെലിയെ ബ്ലെയിം ചെയ്യുന്നു. ഇരുട്ടിനെ നീ ഇത്രയും പേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്റെ പേടിയെക്കുറിച്ച് നീ പറയേണ്ട ആവശ്യമില്ലെന്ന് ഫെലി പറയുന്നു. ജോർദൻ ഫോഴ്സ് ചെയ്യുമ്പോൾ രാഗിയും ഹെൽഗയും നാവിറയും അവളോട് സോറി പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. നീ ഓക്കെ ആണോ എന്ന് ജോർദൻ ഫെലിയോട് ചോദിക്കുന്നു. അവൾ അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. നീ എന്നെ ജോർദനെ വിളിക്കേണ്ട ആവശ്യമില്ല, ജോർദൻ വിളിച്ചാൽ മതിയെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി ഡയറിയിൽ ജോർദനെ കുറിച്ച് എഴുതുന്നുണ്ട്. ജോർദൻ ഒരു നല്ല പേഴ്സൺ ആണെന്നും അവനെ കാണുമ്പോൾ താൻ ഒരുപാട് ഹാപ്പി ആകാറുണ്ടെന്നും അവൻ്റെ സ്മൈല് കാണുമ്പോൾ തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഫീലിങ്സ് തോന്നാറുണ്ടെന്നെല്ലാം അവൾ എഴുതുന്നു.